യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃതം അധ്യാപകനാണ്. അതുപോലെ അജ്മീറിൽ നിന്ന് നമ്മുടെ ആർഷവിദ്യാലയത്തിൽ നിന്നിട്ട് വേദശാസ്ത്രത്തിൽ ആചാര്യ ബിരുദം നേടിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ദർശനങ്ങളിലെ ഏതാണ്ട് എല്ലാ ദർശനങ്ങളും പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോ ഞാൻ പലപ്പോഴും നമ്മുടെ ഈ ഫേസ്ബുക്കിലും ഒക്കെ പല പേജുകളിലും വേദശാസ്ത്രത്തെ കുറിച്ചൊക്കെ ധാരാളം എഴുതുന്ന കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ നന്നായിരുന്നു എന്ന്. അതേപോലെ നമ്മുടെ ഗുരുനാഥനും വളരെ താല്പര്യമുള്ള സബ്ജക്റ്റ് ആയിരുന്നു വേദശാസ്ത്രം എന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ വർഷത്തെ ഗുരുനാഥന്റെ പേരിൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള വേദകീർത്തി പുരസ്കാരം ഈ വർഷം അൽജിക്കായിരുന്നു നമ്മൾ നൽകിയത്. അപ്പൊ അന്ന് അവിടെ വെച്ച് കണ്ടപ്പോ ഈ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പോ പഴയ പോലെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ആളുകളുടെ താല്പര്യം കുറച്ച് കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോ നമുക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ ധാരാളം പേരിലേക്ക് ഇത് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു ഗുണം കണ്ടിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ചെങ്ങന്നൂരിൽ നിന്ന് എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ മാസത്തിലൊരു ക്ലാസ്സിനൊക്കെ ഇവിടെ വരിക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും നമുക്ക് ഈ ഓൺലൈൻ വഴി ഇങ്ങനെ കിട്ടിയാൽ. അപ്പോ കൂടുതൽ ആളുകളേക്ക് ഇത് എത്തിക്കട്ടെ. നമ്മളെ ഇപ്പോ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ തന്നെ എല്ലാവരും ഇതിനകത്ത് ഇപ്പോ വന്നിട്ടില്ല. അടുത്ത ക്ലാസ് വരുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ദേവി ടീച്ചറുടെ ക്ലാസ്സുകളുണ്ട്. അതുപോലെ വ്യാഴം വെള്ളി ശനി അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ വേണിജിയുടെ ക്ലാസ്സുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ബുധനാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കുറച്ച് കൺവീനിയന്റ് ആയിട്ട് കണ്ടെത്തിയത്. ബുധനാഴ്ച വലിയ കുഴപ്പമില്ല. ബുധനാഴ്ച ഇപ്പോ ഷോഡശയുടെ ക്ലാസ് വേണിജി അത് വാട്സപ്പ് ക്ലാസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഓൺലൈൻ ക്ലാസ് മാറ്റിയിട്ട് അപ്പൊ അന്നത്തെ ദിവസം നമുക്ക് എടുക്കാൻ വിചാരിക്കണേ. അപ്പൊ അന്ന് ആചാര്യന് സൗകര്യം ഉണ്ടാവും എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ തുടർന്നുള്ള എല്ലാ ബുധനാഴ്ചകളിലും രാത്രി 8 മണിക്കായിരിക്കും ക്ലാസ്സുകൾ. എല്ലാവരും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആനന്ദ്ജി നമ്മുടെ ഈ വേദശാസ്ത്രത്തെ കുറിച്ചും മറ്റു ഒരു ഇൻട്രൊഡക്ഷൻ. നമസ്തേ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ എടുത്തിട്ടുള്ള വിഷയം അത് ഒന്ന് തുടങ്ങി വെക്കാനേ ഈ ചുരുങ്ങിയ സമയത്തിലാവുകയുള്ളൂ. നമുക്കൊരു 10-15 മിനിറ്റ് ആ വിഷയം അതിലൊരു പ്രവേശകമാകാം. അതിനുശേഷം തുടർന്ന് സമയം പോലെ ചർച്ച ചെയ്യും. തുടർന്നുള്ള വിഷയങ്ങൾ കൂടുതൽ നിങ്ങളുടെ സാധകർ എന്ന നിലയിൽ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നമുക്കത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാം. പ്രേംകുമാർജി സൂചിപ്പിച്ചതുപോലെ രാധാകൃഷ്ണ വൈദിക് ജി അദ്ദേഹം എനിക്ക് ജ്യേഷ്ഠ മിത്രം തന്നെയായിരുന്നു. ആ മിത്രത്തോടുള്ള ഒരു പാശം, സ്നേഹപാശം അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിലും തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾക്കിടയിൽ അതുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് വിജയദശമിയാണ്. വൈദിക പർവ്വങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന, വേദകാലം മുതലേ ഉള്ള പർവ്വങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. അതിന് രൂപഭാവ ഭേദമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു വൈദികത്വമുള്ള പർവ്വമാണ്, അല്ലെങ്കിൽ ഉത്സവമാണ്, ആഘോഷമാണ് ഈ നവരാത്രിയും വിജയദശമിയും ചേർന്ന 10 ദിവസങ്ങൾ. അപ്പൊ 10 ദിവസവും യജ്ഞാതി കർമ്മങ്ങള്, ഹോമാദി കർമ്മങ്ങള് നടത്തുന്ന ഗൃഹങ്ങൾ ഭാരതത്തിലുണ്ട്. വിജയദശമി വിജയത്തിന്റെ തായ ദശമിയാണ്. 10 ദിവസം നമ്മെ സംബന്ധിച്ച്, വിശേഷം ശരത്കാലത്തിന് നമ്മൾ പരസ്പരം ആശീർവദിക്കുന്നത് ജീവേമ ശരദശതം, ശതം ജീവ ശരദോ വർദ്ധമാണ് എന്നൊക്കെയാണ്. അപ്പൊ ശരത്തുകളിൽ വർദ്ധിക്കുക, ശരത്തുകളിൽ നമ്മളുടെ ജീവവ്യാപാരങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഇടിവ്, അല്ലെങ്കിൽ ഒരു പഞ്ഞം എന്ന് നമ്മൾ പറയുന്നു, നാട്ടുഭാഷയിൽ പഞ്ഞമാസം എന്നാണ് പറയുക. അപ്പൊ അങ്ങനെ ഒരു ഇടിവ് ഉണ്ടാവാൻ ഇടയുള്ള കാലമാണ്, ഋതുവാണ്
അപ്പൊ അതിനെ അതിജീവിക്കുക. ശരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് മനുഷ്യർ ഇതര ജീവികളെ അപേക്ഷിച്ച് എന്നതാണ് ആയുഷിനെ സംബന്ധിച്ച്. ആയുഷ്കാമ സൂക്തം ഉൾപ്പെടെ ആയുഷിനെ സംബന്ധിച്ചുള്ള നേരിട്ടുള്ള പരാമർശങ്ങൾ വരുന്ന മിക്ക സൂക്തങ്ങളിലും മന്ത്രങ്ങളിലും ശരത്ത് പ്രത്യേകം പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പം ശാരദീയമായ നവരാത്രങ്ങൾ താണ്ടി ഇത് വിജയദശമിയിലെത്തിയിരിക്കുന്നു. 10 ഇന്ദ്രിയങ്ങളുടെ മേലുള്ള ജയം എന്നതാണ് അതിന്റെ പ്രാഥമികമായ സങ്കല്പം. 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്. അപ്പൊ അവയ്ക്കുള്ള വിശേഷ വിധികളും ആ സമയത്തുള്ള ആഗ്നേയ മന്ത്രങ്ങളും 27ാമത്തെ അധ്യായം യജുർവേദത്തിലെ അധ്യായത്തില് വിശേഷമായ ആഗ്നേയ മന്ത്രങ്ങൾ ആ സമയത്ത് ഉണ്ട്. യജ്ഞാദികളുടെ വിശേഷമായൊരു പ്രക്രിയയും നമ്മളുടെ പല ഭവനങ്ങളിലും, വിശേഷിച്ചും കേരളത്തിൽ അത് കുറെയൊക്കെ ലുപ്തമായിട്ടുണ്ടെങ്കിലും അത് അഗ്നിഹോത്രം നമ്മൾ വിളക്ക് കത്തിച്ച് നിലനിർത്തുന്നത് പോലെ അവിടെ ഇവിടങ്ങളിൽ കാണാം. അപ്പോൾ ജ്ഞാനം, കർമ്മം, ഇന്ദ്രിയങ്ങളുടെ ഈ വ്യവസ്ഥ മറ്റു ജീവികളിൽ ഇല്ലാത്തതാണ്. എല്ലാവർക്കും ഇന്ദ്രിയങ്ങളുണ്ട്. ഇന്ദ്രനുണ്ട് എങ്കിൽ ഇന്ദ്രിയവുമുണ്ട്. ഇന്ദ്രിയം ഇന്ദ്രലിംഗം എന്നാണല്ലോ. ഇന്ദ്രൻ, ജീവൻ, ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം ആത്മാവ്. ആ ജീവതത്വം ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഇന്ദ്രിയങ്ങൾ. അപ്പൊ ഇന്ദ്രിയം ഇന്ദ്രന്റെ ലിംഗമാണ്. ശരീരത്തെ സംബന്ധിച്ച് ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളുടെ പതിയായ ദേവകള് ദേവ ഇന്ദ്രിയാണ്. ദേവന്മാരെന്ന് പറയുമ്പോൾ ശരീരത്തെ സംബന്ധിച്ച് ഇന്ദ്രിയങ്ങളാണ്. ആ ഇന്ദ്രിയങ്ങളുടെ അധിപതി ദേവേന്ദ്രൻ ആത്മാവാണ്, ജീവാത്മാവാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ച് തുടക്കത്തില് ചുരുക്കി പറഞ്ഞാല് അറിവിനൊത്ത് കർമ്മം ചെയ്യണം. ചേഷ്ടകൾ ഉൾപ്പെടെ എല്ലാ ജീവജാതികളിലും സൂക്ഷ്മത്തിൽ കർമ്മം നടക്കുന്നുണ്ട്. അവിടെ കർമ്മഫലം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കർമ്മം എല്ലാ നിലയ്ക്കും നടക്കുന്നത് മനുഷ്യ ശരീരത്തിലാണ്. വൈദ്യശാസ്ത്രം ഇതര ജീവയോനികളെ ഭോഗയോനികൾ എന്നാണ് പറയുക. അവിടെ സുഖദുഃഖ അനുഭവമുണ്ട്, പുതിയ കർമ്മം നടക്കുന്നില്ല. പുതിയ കർമ്മം നടക്കുന്നത് കൊണ്ട് ഭോഗവും ഒപ്പം പുതിയ കർമ്മവും സാധിക്കുന്നത് കൊണ്ട് ഉഭയയോനി എന്ന നിലയിലാണ് മനുഷ്യ ശരീരത്തെ, മനുഷ്യ ജീവിതത്തെ ശാസ്ത്രം കാണുന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഭാരതീയ പരമ്പരയിലുള്ള വിജ്ഞാനം. ഭാരതീയ പരമ്പരയില് അംഗീകരിക്കപ്പെട്ട ആധികാരികമെന്ന് പറയാം. പ്രത്യേകിച്ച് എഴുത്തിൽ വരമൊഴിയിലുള്ളത്. വാമൊഴിയിലുള്ളതിനേക്കാൾ പ്രാധാന്യം വരമൊഴിക്കുണ്ട്. അപ്പോൾ വേദം നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങള് അതിന്റെ ചൊൽപ്പാഠത്തിന് പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ട് വാമൊഴിക്കല്ലേ പ്രാധാന്യമെന്ന് ഒരു ചിന്ത വന്നേക്കാം. പക്ഷെ അവിടെയും വരമൊഴിയായിട്ട് തന്നെയാണ് അതിന് ലിഖിത പാഠവും സൂക്ഷിക്കുന്നുണ്ട് നമ്മൾ. അത് പൂർവികര് ബുദ്ധിയിൽ എഴുതി സൂക്ഷിക്കുകയും ചെയ്യും. മൗഖികമെന്ന് പറയുമ്പോഴും വേദം ഉച്ചരിക്കുകയാണ്. സാധാരണ വാമൊഴിയിലെ പാട്ടുകളെ പോലെ ഉദാസീനമായിട്ട് ഒരു തലമുറ പറയുന്നു, അടുത്ത തലമുറ അത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യത്യാസങ്ങളോടുകൂടി ഏറ്റു ചൊല്ലുന്നു. അങ്ങനെയല്ല. ഒരു വെങ്കലത്തില് ഒരു രൂപം കൊത്തി വെക്കുമ്പോൾ അതിന് രൂപഭേദം വരില്ല, ബുദ്ധിമുട്ടാണ്. ആ മുദ്രകളൊക്കെ, വെങ്കല മുദ്രകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ മനസ്സിന് അല്ലെങ്കിൽ ബുദ്ധിക്ക് ഉള്ള ആ പ്രതലത്തില് ആത്മാവിനെ നേരിട്ട് കാണാൻ കഴിയുന്ന ആത്മാവിന്റെ കണ്ണാടിയായിട്ടുള്ള മനസ്സ്, ആ ബുദ്ധിയില് നിശ്ചിത അവധിയില്, അതിനാണ് റിക്കുകൾ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് സാമാന്യമായിട്ട് പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ്. മന്ത്രരൂപത്തില് മനനം ചെയ്യാൻ കഴിയുന്നു. മനനാത് ത്രായതേ ഇതി മന്ത്ര. മനസ്സിൽ എഴുതി വെക്കുകയാണ്, മനസ്സിന്റെ ഭിത്തിയിൽ ചുവരിൽ എഴുതി വെക്കുകയാണ്. അവിടെ സ്വരാദി ചിഹ്ന വ്യവസ്ഥ എന്തിനു വെച്ചിരിക്കുന്നു?
വ്യക്തമായി കാണാൻ വേണ്ടി തന്നെയാണ്, അർത്ഥം കണ്ടു തന്നെയാണ് അവിടെ എഴുതി പോകുന്നത്. അപ്പൊ സാധാരണ വാമൊഴിയും വേദവാണിയും തമ്മിൽ കാതലായ ആ വ്യത്യാസമുണ്ട്. നമ്മൾ ചൊൽപാഠവും എഴുത്തിന്റെ പാഠവും തമ്മിൽ വ്യത്യാസമില്ല. ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള സയൻസിന്റെയും മറ്റും ആധുനിക സയൻസിന്റെ ഭാഷകൾക്ക് വരുന്ന ആ പ്രത്യേകത തന്നെ, ഉച്ചരിക്കുന്നവർ എഴുതില്ല, എഴുതുന്നവർ ഉച്ചരിക്കില്ല, ഒരുപാട് വ്യത്യാസങ്ങൾ, വ്യവസ്ഥക്കേടുകളുണ്ട്. ആ വ്യവസ്ഥക്കേടുകളൊന്നും വേദവാണിയെ സംബന്ധിച്ച് ഇല്ല. നിജത്വമുണ്ട്, സംഖ്യയിൽ ഉൾപ്പെടെ കൃത്യതയുണ്ട്. അക്ഷരസംഖ്യ പറയുമ്പോൾ 4,32,000, അത് ചേർത്ത് പറയുമ്പോൾ പ്രാജാപത്യവേദം 12,000, ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൾ. പ്രാജാപത്യം 4 സംഹിതകൾ ചേർന്ന് പ്രജാപതി മനുഷ്യന് നൽകിയ വേദം. അപ്പൊ നിങ്ങൾ ശിവസങ്കല്പ സൂക്തത്തിലും മറ്റും ചൊല്ലുന്നത് പോലെ മനസ്സിലാണതുള്ളത്. മനസ്സാകുന്ന ചക്രത്തില്, രഥത്തിന്റെ ചക്രത്തെ പോലെ, രഥത്തിന്റെ ചക്രത്തിൽ എങ്ങനെയാണോ ആരക്കാലുകൾ, ആ രഥ ചക്രനാഭിയിൽ ആരക്കാലുകൾ എങ്ങനെയാണോ ഇരിക്കുന്നത്, അതുപോലെ മാനസചക്രത്തില് ഈ പെരുക്കുകള്, യജുസ്സുകള്, സ്വാമങ്ങള്, അതുപോലെ അഥർവ ഛന്ദസ്സുകള് നിലകൊള്ളുന്നു. അപ്പം ആ ഒരു നിലയ്ക്കാണ് നമ്മളുടെ കാഴ്ച. അപ്പൊ മന്ത്രബുദ്ധിയിൽ നോക്കുമ്പോൾ മനസ്സിൽ ഈ മന്ത്രങ്ങള് സഹജമാണ്, ഇന്നേറ്റാണ്, ഇൻബിൽറ്റാണ്. അവിടെ നിന്നും നമ്മൾ വായിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മുദ്രകൾ ഉൾപ്പെടെ, മുദ്രകള്, അതുപോലെ ഉദാത്താദി സ്വരങ്ങള്, ഇതിലൂടെ മെല്ലെ നമ്മൾ അകത്തുള്ളതിനെ പുറത്തേക്ക് എത്തിക്കുന്ന, അഭിവ്യക്തമാക്കുന്ന പദ്ധതി ചെയ്യുന്നു, പിന്നെ അർത്ഥവിചാരം ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളുടെ ഒരു ശാസ്ത്രപ്രവർത്തനം. അപ്പൊ ശാസ്ത്രത്തിന് ഈ ഒരു പ്രാഗ്രൂപം ആദ്യമേ ഉണ്ട്. എന്നുവെച്ചാൽ വാക്കുകളുടെ നിശ്ചിതമായിട്ടുള്ള ഒരു വ്യവസ്ഥ. യാവത് ബ്രഹ്മനിഷ്ഠിതം താവതീ വാക് എന്ന് ഋഗ്വേദത്തിലുണ്ട്. ഈ മഹത്തായ സത്ത ബ്രഹ്മം എല്ലാറ്റിനെയും ചേർത്ത് ആണ് ബ്രഹ്മ ശബ്ദം ഉപയോഗിക്കുന്നത്. ത്രിവിധം ബ്രഹ്മമേതത്. ശ്വേതസ്വരത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ബ്രഹ്മം എന്ന് നപുംസകമാണ് ആ ശബ്ദം. പക്ഷെ ബ്രഹ്മം എന്ന നിലയ്ക്ക് തന്നെയാണ്. ബ്രഹ്മ എന്ന് മതി നപുംസകത്തിൽ സാധാരണ. ബ്രഹ്മം ഏതത് ത്രിവിധം. ജീവൻ, ജഗത്ത്, ജഗദീശ്വരൻ, ഇത് മൂന്നും ചേരുന്ന ആ വ്യവസ്ഥയ്ക്കാണ് ബ്രഹ്മം എന്ന് ഉപനിഷത്ത് വിളിക്കുന്നത്. അപ്പോൾ അത് സഹജമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള പൂർണ്ണമായ, നേരത്തെ തന്നെ വ്യക്തമായ ഒരു സിദ്ധമായ രൂപം അതിനുണ്ട്. മെല്ലെ നമ്മൾ അത് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ ചുരുങ്ങിയ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ദ്രിയ ജയം, ദശേന്ദ്രിയ ജയമാണ്. അപ്പൊ അവിടെ കർമ്മം, ജ്ഞാനം എന്ന് പറയുന്ന ഒരു ദ്വന്ദ്വമുണ്ട്. അപ്പൊ പലപ്പോഴും അദ്വൈതാദി ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിലുള്ള പരമ്പരയിൽ, നമ്മളുടെ തന്നെ ശാസ്ത്ര പരമ്പരയില്, ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതും ഒരു ഏകരൂപമാണ്, ഒരു ശാസ്ത്രമേ ഉള്ളൂ, ശാസ്ത്രം എന്ന ഒരു ഏകവചനം അവിടെ പ്രയോഗിക്കാൻ പറ്റുമോ, ശാസ്ത്രങ്ങളില്ലേ എന്നും മറ്റും ചിന്ത വരാം. നമ്മളിപ്പോ തുലനം ചെയ്യുന്നത് ശാസ്ത്രവും സയൻസും തമ്മിലാണ്. അപ്പൊ സയൻസസ് ഉള്ളതുപോലെ ശാസ്ത്രങ്ങളും ഉണ്ടല്ലോ, ശാസ്ത്രാണി എന്ന് പറയണ്ടേ എന്നൊക്കെ ചിന്ത വരാം. അപ്പൊ ഇവിടെ നമ്മള് ആ നിലയ്ക്കല്ല അതിനെ കാണുന്നത്. ശാസ്ത്രങ്ങളുടെ ബഹുത്വമല്ല ഇവിടെ ചിന്തിക്കുന്നത്, ശാസ്ത്രങ്ങളുടെ സാധ്യമായ ഏകത്വത്തെയാണ് ചിന്തിക്കുന്നത്. കാരണം അത് ആദ്യം മനസ്സിലാക്കിയതിനു ശേഷം പിന്നീട് ആ ബഹുത്വവും മറ്റു തരത്തിലുള്ള കാര്യങ്ങളും വിചാരം ചെയ്യാം. അപ്പം അറിവിനൊത്ത് കർമ്മം ചെയ്യുക എന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചുള്ള നിയോഗം. ബാക്കിയുള്ള ജീവജാലങ്ങളിലൊക്കെ ചേഷ്ടകളുണ്ട്, ഏതെങ്കിലുമൊക്കെ തരത്തിൽ കർമ്മങ്ങളുണ്ട്. പക്ഷെ അറിവിനൊത്ത് കർമ്മം എന്നത് അവിടെ സ്ഫുടമല്ല, വ്യക്തമല്ല. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ, നമുക്കെല്ലാം ജീവന് ശരീരവ്യവസ്ഥയുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും ശരീരമുണ്ട്. ശരീരഭേദം കൊണ്ടാണ് പലപ്പോഴും അതിനെ നമ്മൾ ഒരു ഭിന്ന ജീവനാണ് എന്ന് പറയുക. സ്പീഷീസ് എന്ന് ആധുനികർ പറയുന്നു. വ്യത്യസ്ത ജീവയോനികൾ ദശലക്ഷക്കണക്കിനാണ്. പൗരാണികമായിട്ടൊരു കണക്കിൽ 84 ദശലക്ഷം ജീവയോനികളുണ്ട്. അപ്പൊ അവിടെയെല്ലാം പ്രതി ശരീരം ഭിന്നമാണ് ജീവന്റെ വ്യവസ്ഥ. അപ്പൊ ഈ ശരീര വ്യവസ്ഥയ്ക്ക് പ്രാധാന്യമുണ്ട് എന്നർത്ഥം. അപ്പൊ ശരീരം ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല എന്ന ചിന്ത കുറെ കാലമായിട്ട് നമുക്കുണ്ട്. അത് മായയാണ്, മായയുടെ ഭാഗമാണ്, അതിനെ ശ്രദ്ധിക്കേണ്ടതില്ല എന്നും പറ്റും.
പക്ഷെ പൂർവികർ അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. ശരീരമാദ്യം ഖലു ധർമ്മ സാധനം. ധർമ്മത്തിന്റെ നമുക്ക് എന്തെങ്കിലും നേട്ടം, ശരിയായ നേട്ടം, അടിസ്ഥാനപരമായ നേട്ടം വേണമെങ്കിൽ ശരീരത്തെ അതിന് ആദ്യം ഉപായമായി കണ്ടുകൊള്ളണം. ശരീരത്തെ സാധനയ്ക്കുള്ള സാധനമായി മാറ്റണം. ശരീരം സാധകമാണ്, സിദ്ധിയെ നൽകുന്നതാണ്. അപ്പൊ പ്രത്യേകത, ഇതര ജീവജാലങ്ങളും നമ്മളും തമ്മിലുള്ള വലിയ വ്യത്യാസം വാക്ക്, മനസ്സ് എന്ന് പറഞ്ഞൊരു സംഗതി. ശരീരം പ്രവർത്തിക്കുന്ന ആത്മാവിനെ കൊണ്ടാണ്, അല്ലെങ്കിൽ ആത്മാവിന് വേണ്ടിയാണ് ശരീരം. ശരീരത്തിനും ആത്മാവിനും ഇടയ്ക്ക് മനുഷ്യരുടെ കാര്യത്തിൽ വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. വാക്ക്, മനസ്സ്. സംസാരിക്കുക, നമ്മളെപ്പോലെ സംസാരിക്കുക, വാഗീന്ദ്രിയം ഉപയോഗിക്കുക, അതും ആ വാഗീന്ദ്രിയത്തോട് ചേർന്ന് മനസ്സ് ഉപയോഗിക്കുക. നേരത്തെ പറഞ്ഞ പോലെ വേദമന്ത്രങ്ങളും മറ്റും. പിന്നെ യസ്മിൻ ഋജസാമ യജുൻഷി യസ്മിൻ പ്രതിഷ്ഠിത രഥനാഥ വിവാര എന്ന് ശിവസങ്കല്പ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ഈ ഋക് തുടങ്ങിയുള്ള മന്ത്രങ്ങള് പ്രതിഷ്ഠിതമായിരിക്കുന്ന മനസ്സ്, അങ്ങനെയൊരു മനസ്സിന്റെ വ്യവസ്ഥ ഇതും ഇതര ജീവജാലങ്ങളെ സംബന്ധിച്ച് ഇല്ല എന്ന് തന്നെ പറയാം. ഇനി അഥവാ ഉണ്ടെങ്കിൽ പോലും അത് വ്യക്തമല്ല, അവ്യക്തമാണ്. അപ്പൊ അത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ വ്യക്തമായിരിക്കുന്നു എന്നതാണ് മനുഷ്യന്റെ പ്രത്യേകത. അവിടെ തന്നെയാണ് ശരിയായ വിജ്ഞാന പ്രവർത്തനവും നടക്കേണ്ടത്. അപ്പം ശരീരത്തിന്റെ ദോഷങ്ങൾ ചിന്തിക്കുമ്പോൾ, ശരീരത്തിന്റെ ഗുണങ്ങൾ ചിന്തിക്കുമ്പോൾ ഇതര ശരീരങ്ങളിൽ നിന്ന് നമുക്കുള്ള വ്യത്യാസം എന്താണ്? വാക്കും മനസ്സും പ്രവർത്തിക്കുന്ന ശരീരമാണ് നമ്മുടെ. ഇതര ജീവജാലങ്ങളുടേത് അങ്ങനെയല്ല. അതാണ് വലിയ വ്യത്യാസം. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ശരീരം, മനുഷ്യനെ സംബന്ധിച്ച് പിന്നെ ആത്മാവിന്റെ പ്രവർത്തനം എങ്ങനെ എന്നും മറ്റും ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധേയമായിട്ട് വരുന്നു. ശാരീരികം, വാചികം, മാനസികം. നമ്മളുടെ ശാസ്ത്ര പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. ശരീരത്തിന്റെ ഗുണദോഷങ്ങൾ ചിന്തിക്കുന്നു, ശരീരത്തിന്റെ വ്യവസ്ഥയെപ്പറ്റി ചിന്തിക്കുന്നു, വാക്കിനെ പറ്റി ചിന്തിക്കുന്നു. ഇതേപോലെ തന്നെ അതുപോലെ മനസ്സിനെ പറ്റിയും. അപ്പൊ നല്ല ശരീരം, നല്ല വാക്ക്, നല്ല മനസ്സ്, ഇവയുടെ ചേർച്ചയാണ് ജീവിത വിജയത്തിന് നിമിത്തമാകുക. ജ്ഞാനം, കർമ്മം ഇവയുടെ സമുച്ചയം. അപ്പൊ ഈ വ്യവസ്ഥ ശാസ്ത്രത്തിലേക്ക്, അല്ലെ സയൻസ് എന്ന് പറയുന്ന വ്യവസ്ഥയിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ, മെത്തേഡ് നോക്കുമ്പോൾ, സയന്റിഫിക് മെത്തേഡ്, അറിവിനെ സംബന്ധിച്ച് ഇതൊക്കെയാണ് നമ്മളുടെ ചിന്തിക്കേണ്ട വിഷയങ്ങളെങ്കിലും സമീപന രീതികൾ വ്യത്യാസമാണ്. അപ്പൊ ചതുർവ്യൂഹം എന്ന് പറയുന്നൊരു പദ്ധതിയാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. നിങ്ങൾ പല വിഷയങ്ങളും പല തരത്തിലും കേട്ടിട്ടുണ്ടാവും. പക്ഷെ വൈദിക ബുദ്ധിയോടുകൂടി ഈ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ചതുർവ്യൂഹം എന്ന പദ്ധതിയിൽ വേണം അത് വിശേഷമായി പഠിക്കുവാൻ. അപ്പൊ ശരീരത്തെ സംബന്ധിച്ച് അവിടെ നമുക്ക് പ്രമാണമാകുന്നത് ആയുർവേദമാണ്, ശാസ്ത്രം. വാക്കിനെ സംബന്ധിച്ച് പ്രമാണമാകുന്നത് വ്യാകരണമാണ്. മനസ്സിനെ സംബന്ധിച്ച് പ്രമാണമാകുന്ന ശാസ്ത്രം യോഗം. അപ്പൊ ഇവ എങ്ങനെയാണ് പൂർവികർ നമുക്ക് നൽകിയത്? ഈ 3 ശാസ്ത്രങ്ങളും, അല്ലെങ്കിൽ ശാസ്ത്ര നാമധാരികളായ ഈ 3 വ്യവസ്ഥകളും, ആയുർവേദം, വ്യാകരണം, യോഗം, ഇത് 3 ഇന്നും സജീവമാണ്. കാലത്തിന്റെ കുത്തൊഴുക്കില് നമ്മുടെ സംസ്കാരത്തിനും സംസ്കൃതിക്കും അതിന്റെ ഒഴുക്കിനും ഒക്കെ വലിയ വീഴ്ചകളും ഭേദങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ആഗോള തലത്തിൽ അംഗീകാരം നൽകുന്ന നമ്മുടെ സംസ്കൃതിക്ക്, ഭാരതീയ ജ്ഞാന പരമ്പരയ്ക്ക് അംഗീകാരം ലഭിക്കുന്ന, ആർക്കും വലിയ തോതിൽ വിപ്രതിപത്തിയില്ല, അത് തന്നെ അവരുടെ പാരമ്പര്യത്തെ നോക്കുന്ന 3 പ്രധാനപ്പെട്ട ശാഖകളാണ്, വിജ്ഞാന ശാഖകളാണ് ഇവ 3. അതിനർത്ഥം ശരീരം, മനസ്സ്, വാക്ക്, അല്ലെങ്കിൽ ശരീരം, വാക്ക്, മനസ്സ്, ഈ വ്യവസ്ഥയ്ക്ക് പകരം വെക്കുവാനുള്ള ഒരു പദ്ധതി പുറത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ്. അപ്പം പിന്നെ മനുഷ്യർക്ക് എന്തുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാവുന്നു? മനുഷ്യ ശരീരത്തിൽ എന്തുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാവും? ഇതര ജീവജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യർക്ക് രോഗമുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടി പ്രത്യേക പ്രയത്നം മനുഷ്യരെ സംബന്ധിച്ച് ആവശ്യമാണ്. പ്രാകൃതികമായ ജീവിതം ആണ് ഇതര ജീവജാലങ്ങളുടേത് എന്നതുകൊണ്ട് അവയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ബൈബിളിലും മറ്റും കാണാം, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ആകാശത്തിലെ പറവകളെ നോക്കൂ എന്നും മറ്റും പറയുന്ന അതുപോലെ. അപ്പൊ ഒരു കുറച്ചുകൂടെ സഹജത
കുറച്ചുകൂടെ സ്വാഭാവികത, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ അരോഗ ദൃഢ ഗാത്രത ഇതര ജീവജാലങ്ങൾക്ക് കാണാൻ കഴിയും. മനുഷ്യരോ അല്ലെങ്കിൽ മനുഷ്യരുടെ വ്യവസ്ഥയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള കുഴപ്പങ്ങളോ മനുഷ്യർ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളോ ഒക്കെയാണ് ഇതര ജീവജാലങ്ങൾക്ക് അവയുടെ ശാരീരിക വൈകല്യങ്ങൾക്കും മറ്റും അധികം നിമിത്തമാകുക. അവയുടെ സ്വയം കൃത അനർത്ഥം കുറവാണ്. അപ്പൊ അതെന്തുകൊണ്ട്? ഇത് വൈദ്യവും ചികിത്സയും ഒക്കെ ആധുനിക സയൻസിൽ ബയോമെഡിസിൻ, അലോപ്പതി ഇവയിലൊക്കെ ഉണ്ട്, ഹോമിയോപ്പതിയിലൊക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യരെന്തുകൊണ്ടാണ് രോഗത്തിന് വിധേയമാകുന്നത്? രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നത് എന്തുകൊണ്ട്? മനുഷ്യ ശരീരം ഇതര ശരീര വ്യവസ്ഥയെ അപേക്ഷിച്ച് കൂടുതൽ രോഗ ആതുരമാകുന്നത് എന്തുകൊണ്ട് എന്ന ചിന്ത അവിടെ ഇല്ല. അപ്പൊ ഇത് ശാസ്ത്രത്തിന്റെ പ്രവർത്തനത്തിന് ഇതര സംസ്കൃതികളെ അപേക്ഷിച്ച് നമ്മളുടെ ഇവിടുത്തെ പ്രവർത്തനത്തിന്റെ പ്രത്യേകത അടയാളപ്പെടുത്തുകയാണ്. അപ്പൊ ആയുർവേദത്തെ നമ്മൾ സമീപിക്കേണ്ടത് ഈ ബോധത്തോടു കൂടിയാണ്. അപ്പൊ അവിടെ അദ്ഭുതമാണ് ഉത്തരം. ഈ രോഗത്തിന്റെ വ്യവസ്ഥയെപ്പറ്റി ഋഷികള് ഒത്തുകൂടി വലിയ ചർച്ചയൊക്കെ നടത്തി. നമ്മളുടെ സംഹിതാ ഗ്രന്ഥങ്ങളിലെ ചരക സംഹിത, അതുപോലെ ശുശ്രൂഷ സംഹിത, ഇങ്ങനെ മൂല സംഹിതാ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് അതിന്റെ വിവരണം കാണാം. അപ്പൊ നമ്മളൊക്കെ കൂടി ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഉത്തരങ്ങൾ വന്നു. അന്ന് വേദശാഖകൾ സജീവമായിരുന്നു. ഓരോ ശാഖകളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവരുടെ പ്രതിനിധികളായിട്ട് അനേകം ആചാര്യന്മാർ പങ്കെടുത്തു. അപ്പൊ അവരുടെയൊക്കെ ചോദ്യോത്തരങ്ങളും അവരുടെ പരിചയങ്ങളും അനുഭവസമ്പത്തും ഒക്കെ അവിടെ സ്വരൂപിക്കുന്നുണ്ട്. അങ്ങനെ പ്രതിസംസ്കരണം ചെയ്ത കാലാകാലങ്ങളിലുള്ള ചിന്തകളുടെ അടുക്കൊക്കെ അടങ്ങിയിട്ടുള്ള സൂത്രസ്ഥാനവും മറ്റും അടങ്ങുന്ന നമ്മളുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിലെ ഇതിന്റെ രോഗത്തെ സംബന്ധിച്ചുള്ള വലിയ ഉത്കണ്ഠ. പ്രകൃതിയിൽ സഹജമായ രോഗമില്ല, മനുഷ്യന് രോഗമുണ്ട്. വിശപ്പും ദാഹവും എല്ലാവർക്കും സഹജമാണ്. പക്ഷെ അത് രോഗാവസ്ഥയിലേക്ക് നീങ്ങുന്നത് മനുഷ്യനിലാണ്. വിശപ്പും ദാഹവും നീക്കാനാവുന്നില്ല. നീക്കാനാവുമോ ഇല്ലയോ? രാവിലെ നീക്കി ഉച്ചയ്ക്ക് വീണ്ടും വന്നു, വീണ്ടും വൈകുന്നേരം വന്നു. അത് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകും തോറും കൂടിക്കൊണ്ടിരിക്കും. ഈ വിശപ്പും ദാഹവും നീക്കുന്ന പ്രക്രിയ കൂടുതൽ കഴിക്കണം, കൂടുതൽ നേരം കഴിക്കണം, കൂടുതൽ അളവിൽ കഴിക്കണം. അപ്പൊ അതിനുവേണ്ടിയുള്ള വ്യവസ്ഥ ചെറുതൊന്നുമല്ല. കോടിക്കണക്കിന് മനുഷ്യരുടെ ഈ അന്നപാന വ്യവസ്ഥ എന്ന് പറയുന്നത് വലിയ ഒരു ദുർഘടം പിടിച്ച കാര്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സമസ്യകൾ നമുക്ക് പ്രത്യേകമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സമസ്യ, ഒരു പ്രശ്നം നീങ്ങാത്തത്, വീണ്ടും വരുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് രോഗത്തിന്റെ അവസ്ഥ ഇത് കുറച്ചുകൂടെ രൂക്ഷമാകും, രോഗമെന്ന നിലയിലേക്ക് പോകും. അപ്പോൾ സാധാരണ ഭക്ഷണവും പാനീയവും പറ്റില്ല. ഔഷധം തന്നെ, അന്നം ഭൂതാനാം ജ്യേഷ്ഠം തസ്മാത് സർവ ഔഷധം ഉച്യത എന്ന് തൈത്രീയ ഉപനിഷത്ത് പറയും. അന്നം തന്നെയാണ് മികച്ച ഭക്ഷണം, മികച്ച ഔഷധം. അന്നം അഥവാ സാധാരണ ഭക്ഷണമാണ് മികച്ച ഔഷധം. അതുകൊണ്ട് അത് ജ്യേഷ്ഠമാണ് ഭൂതങ്ങളിൽ വെച്ച്, ഉണ്ടായി വന്നവയിൽ വെച്ച്, രൂപപ്പെട്ടവയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഈ അന്നമാണ്. അത് സർവ ഔഷധമാണ് എന്നും മറ്റും പറയുമ്പോൾ ഈ ഔഷധമൊന്നും നമുക്ക് പറ്റാതെ പ്രത്യേക ഔഷധം കഴിക്കേണ്ട അവസ്ഥയിലേക്ക്, രോഗാവസ്ഥയിലേക്ക്, രോഗ ആതുരാവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നു. അപ്പൊ ഇങ്ങനെ ഈ രോഗത്തിന്റെയും മറ്റും ചിന്ത ചെയ്ത് 8 മണിയായി. സമയത്തിന്റെ കാര്യം ബ്രഹ്മർജി? കുഴപ്പമില്ല, നമുക്ക് അങ്ങ് വിചാരിച്ച അത്രയും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ രോഗത്തിന്റെ കാരണത്തെ സംബന്ധിച്ചുള്ള വളരെ ആഴത്തുള്ള ചിന്തയാണ് നമുക്കവിടെ നമ്മളുടെ പൂർവ്വ പരമ്പരയിൽ കാണാൻ കഴിയുന്നത്. അതൊക്കെ ഏതാണ്ട് ക്രോഡീകരിച്ച നിലയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാമൊഴി മാത്രമല്ല, വരമൊഴിയായിട്ട് തന്നെ. അപ്പൊ അറിവിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പരമ്പരയാണ്, ശുദ്ധമായ അറിവിന് പ്രാധാന്യം കൊടുക്കുന്ന പരമ്പരയാണ്. അതുകൊണ്ട് അത് ഏത് കാലത്തും ചർച്ചയ്ക്ക് പ്രത്യേകമായി വിധേയമാക്കണം. അതിലൊരു സൂചന മാത്രമേ നമുക്ക് ഇപ്പോൾ നൽകി പോകാനാവുകയുള്ളൂ തുടക്കമെന്ന നിലയിൽ. അപ്പൊ അവിടെ നിർണയം ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരിക്കും ഋഷികൾ തീരുമാനിച്ചത്? പ്രജ്ഞാപരാധോ രോഗഹേതു. രോഗത്തിന്റെ കാരണം പ്രജ്ഞയുടെ അപരാധമാണ്. ബുദ്ധിയിലുണ്ടാവുന്ന ദോഷം, ബുദ്ധിയുടെ ദോഷം. അനേകം ഇന്ദ്രിയങ്ങളും മറ്റും ഉണ്ടല്ലോ നമുക്ക്. നേരത്തെ പറഞ്ഞ പോലെ വാക്ക്, ശരീരം തുടങ്ങിയുള്ള പല വ്യവസ്ഥകളുണ്ട്. ചിത്തമുണ്ട്, അഹങ്കാരമുണ്ട്, മനസ്സുണ്ട്. ഇതൊക്കെ ഇരിക്കെ
ബുദ്ധിയുടെ അപരാധമാണ് രോഗത്തിന്റെ നിമിത്തം എന്നാണ് തീരുമാനം എടുക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ രോഗത്തിന് നിദാനം പുറത്തുള്ള ഏതെങ്കിലും ഘടകങ്ങൾ, ബാക്ടീരിയ, വൈറസ് ഇവയൊന്നുമല്ല, ബുദ്ധിയാണ്. പ്രജ്ഞാപരാധോ രോഗഹേതു. രോഗത്തിന്റെ കാരണം പ്രജ്ഞയുടെ അപരാധമാണ്. ഈ ചിന്ത ലോകത്ത് മറ്റെങ്ങുമില്ല. ചികിത്സയും ബാക്കി വ്യവസ്ഥയും ആയുർവേദം എന്ന മഹാപ്രസ്ഥാനവും ഒക്കെ ഈ ഒരു നിർണയത്തെ ചുറ്റിപ്പറ്റിയാണ് പോകുന്നത്. അപ്പോൾ പ്രജ്ഞാപരാധം രോഗത്തിന് കാരണമായിരിക്കുക എന്ന തിരിച്ചറിവോടി പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രവും അതിന്റെ പദ്ധതിയും നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലല്ല പോകേണ്ടത്. പോയിരുന്നതും അങ്ങനെയല്ല. അപ്പൊ ഇവിടെയെല്ലാം സമൂലമായ പരിവർത്തനം, അതുപോലെ ആശയ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ പരമ്പര കൂടുതൽ ചിന്തയും കൂടുതൽ ശ്രദ്ധയും ഇന്ന് മറ്റു കാലത്തെ അപേക്ഷിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ആധുനിക കാലത്ത് വളരെ ആഴത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ജ്ഞാന വ്യവസ്ഥകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് വൈദിക ചിന്തയും വൈദിക ആചരണവും മറ്റും ശീലിക്കുന്ന ആ വഴിയിലൂടെ പോകുന്നവരെ സംബന്ധിച്ച് ക്ലേശം കൂടുകയാണ്, വൈരുദ്ധ്യം കൂടുകയാണ്, രണ്ടും രണ്ട് പരമ്പരയായിട്ട് തോന്നുകയാണ്. അപ്പൊ ഒരിടത്ത് സയൻസും അനുബന്ധ വ്യവസ്ഥകളും ഉയർത്തുന്ന വെല്ലുവിളി, ഇപ്പോ ഈ മറുവശത്ത് നമ്മൾ പിന്തുടരുന്ന നമ്മളുടെ മാർഗത്തെ സംബന്ധിച്ചുള്ള അവ്യക്തതകൾ, ആചാര്യന്മാരുടെ അല്ലെങ്കിൽ സമ്പ്രദായങ്ങളുടെ ഒക്കെ വഴിയിലുള്ള ഭേദങ്ങൾ, അപ്പൊ അത് കാരണം നമുക്ക് അവിടെയും വ്യക്തത കിട്ടാതെ പോകുന്നു. അപ്പൊ ഇവിടെ ആദ്യം ഒരു പഠന വ്യവസ്ഥ എന്ന നിലയിൽ നമ്മളൊക്കെയും ചെയ്യേണ്ടത് പൂർവികര് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വഴി പദ്ധതി എന്താണ് എന്ന് ആദ്യം തിരിച്ചറിയണം. മെത്തഡോളജി അറിയണം. അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞത് ചതുർവ്യൂഹം എന്ന ഒരു പദ്ധതിയുണ്ട്. ചതുർവ്യൂഹം എന്ന് പറയുമ്പോൾ നമ്മൾ പത്മവ്യൂഹവും ചക്രവ്യൂഹവും ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. പലതരത്തിലാണ്. പിന്നെ പ്രതിസന്ധികൾ വരുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് യുദ്ധം. അപ്പൊ യുദ്ധത്തിൽ മനുഷ്യരെങ്ങനെ അടുക്കും ചിറ്റോടും കൂടി പെരുമാറണം. അതിനാണ് വ്യൂഹനം ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ ശക്തികൾ പരമാവധി പുറത്ത് പ്രകടമാവണം, അശക്തികൾ പ്രകടമാകരുത്, അല്ലെങ്കിൽ അശക്തികൾ കുറയണം. നമ്മുടെ ദൗർബല്യങ്ങൾ നമ്മളിൽ തന്നെ തീരണം, നമ്മളുടെ ബലം പുറത്തേക്ക് എത്തണം. അത് മാത്രമല്ല ശത്രുഭാവം, പുറത്ത് ശത്രുക്കൾ ഉണ്ട് എങ്കിൽ അവരുടെ ശക്തിയെ ജയിക്കുവാൻ നമുക്ക് ആവണം. ഇതൊക്കെയാണ് ഈ വിജയദശമിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് ചിന്തിക്കാനുള്ളത്. എന്നും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പൊ ശരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതെല്ലാമാണ് ശരത്കാലത്തെ ഭിന്നമാക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ പറഞ്ഞ ശാരീരിക വ്യവസ്ഥയിൽ ശരത്കാലത്തിന് പ്രത്യേകതയുണ്ട് എന്ന ചിന്ത വേദത്തിന്റെ അടിസ്ഥാന ചിന്തയാണ്. ഈ ഋതുവിന് ഇതര ഋതുക്കളെ അപേക്ഷിച്ച് പ്രത്യേകതയുണ്ട്. നിരന്തരം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആയുഷ്കാമ സൂക്തം ഉൾപ്പെടെയുള്ള എല്ലാ ഇടങ്ങളിലും ശരത്തിനെ സംബന്ധിച്ചുള്ള ചിന്ത, ശരത്കാലത്തെ എങ്ങനെ അതിജീവിക്കണം, ശരത്കാലത്തെ അതിജീവിച്ചാലാണ് ഈ 100 ആയുഷിലേക്ക് എത്തുക. അപ്പൊ അവിടെയൊക്കെ നമ്മൾ സത്യത്തെ പിച്ചവെക്കുന്നുള്ളൂ എന്ന് പറയേണ്ടി വരും. പൂർവികരുടെ ശുദ്ധമായ അനുഷ്ഠാനക്രമവും ജീവിതബോധവും ജീവിതശൈലി എന്നൊക്കെ ഇന്ന് തിരിച്ചറിയുന്ന അക്കാര്യങ്ങളിൽ നമുക്ക് അത്ര വ്യക്തത ഇല്ല, അഥവാ ആചരണ കൃത്യതയില്ല. അപ്പൊ അവിടേക്കൊക്കെ നമുക്ക് പിച്ചവെച്ച് പോകേണ്ടതുണ്ട്. കാരണം വലിയ ഒരു മുറിവ് പരമ്പരയിൽ ഒരു 2 തലമുറയോളം വലിയ മുറിവുണ്ടായി, കുറഞ്ഞത് 2 തലമുറ. അതിനു മുമ്പേ തുടങ്ങിയതാണ്. പാശ്ചാത്യരുടെ ഇടപെടലും അങ്ങനെയുള്ള അധിനിവേശ സാഹചര്യവും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് പരമ്പരയിൽ വിടവുണ്ടായി. അത് കൂടുതൽ വർദ്ധിച്ചു വന്നു. ആര്യസമാജം തുടങ്ങിയുള്ള നമ്മളുടെ പരമ്പരയെ ഊന്നി നിന്നുകൊണ്ടുള്ള, അവയെ പുനരുദ്ധരിക്കുവാൻ വേണ്ടിയുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഒരു വലിയ പ്രവർത്തനം, സഹായം നിമിത്തം ഈ അറിവ് ഉണ്ട് എന്നും അതിന്റെ സ്രോതസ്സുകൾ ഇന്നതൊക്കെയാണെന്നും ആ സ്രോതസ്സുകളെ നമ്മൾ സമീപിക്കേണ്ടത് എങ്ങനെയെന്നും ഒക്കെ ഉള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു സാമാന്യബോധം നമുക്കുണ്ട്. പക്ഷെ ഇപ്പോഴും അത് ആ സാമാന്യബോധത്തിൽ തന്നെ നിൽക്കുന്നു. വിശേഷബോധമാകേണ്ടതുണ്ട്, ആക്കേണ്ടതുണ്ട്. അതിന് ഓരോ വ്യക്തിയും പരിശ്രമിച്ചാൽ മതിയാവും. ഇത്തരം ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് നടക്കേണ്ടതിന്റെ ആവശ്യകത അവിടെയാണ്. പിന്നെ ഈ വിഷയത്തിൽ ശ്രദ്ധ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് യശസ്വരീനായ വൈദ്യജി. അതുകൊണ്ടാണ് സാധാരണ മന്ത്രവ്യാഖ്യാനങ്ങൾക്ക് അപ്പുറത്തേക്ക് സയൻസിനെ കൂടി ചേർത്ത് ആധുനിക ജ്ഞാനവ്യവഹാരങ്ങളുടെ ഒരു മട്ടം കൂടി, അതിന്റെ ഒരു പരിവൃത്തി കൂടി ശ്രദ്ധിച്ചുകൊണ്ട് വേണം വേദവിഷയങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ വൈദിക കാലത്തെ പുനരാനയിക്കേണ്ടത് എന്നത് അദ്ദേഹത്തിന് ഒരു ശ്രദ്ധയും നിഷ്കർഷയും ഉണ്ടായിരുന്ന കാര്യമായിരുന്നു. അത് എങ്ങനെ വേണമെന്ന കാര്യത്തിലൊക്കെ നമുക്ക്
പലതരത്തിലുള്ള വിചാരങ്ങൾ, നമ്മുടെ ചിന്തകൾ പല തട്ടിലായി പോയേക്കാം. പക്ഷെ അപ്പോഴും ഒരു പദ്ധതി നമുക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായി. അപ്പൊ അത് ചുരുക്കി പറഞ്ഞാല്, അല്ലെങ്കിൽ നമ്മുടെ സമയത്തിന്റെ ഒരു സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് ഞാനത് ചുരുക്കാം. ചതുർവ്യൂഹത്തെ സംബന്ധിച്ച് നിങ്ങളിൽ ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ ആ വഴിക്കുള്ള ചിന്ത കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം. പുതിയതായിട്ട് കേൾക്കുന്നവര് ഇത് പുതിയതാണ്, ഞങ്ങളുടെ വിഷയമല്ല എന്ന് സാധാരണ കരുതുന്ന പോലെ കരുതാതെ അത് ഏറ്റെടുക്കണം. അപ്പൊ ദുഃഖം ദുഃഖഹേതു, സുഖം സുഖ ഉപായം. വളരെ ലളിതമാണ്. ലോകത്തിലെ സമസ്ത പ്രശ്നങ്ങളെയും എങ്ങനെ കാണുന്നു ശാസ്ത്രീയമായിട്ട്? ആദ്യം നമ്മെ ബാധിക്കുന്ന നമ്മുടെ സഹജാവസ്ഥയ്ക്ക്, ആത്മാവ് നിത്യമാണ്, ചേതനമാണ്, ഇതിന് ബാധയൊന്നും ഉണ്ടാവേണ്ടതില്ല. നിത്യ, മുക്ത, ബുദ്ധ ആദി വിശേഷങ്ങളല്ല ശാസ്ത്രത്തില് നമ്മെ സംബന്ധിച്ച്, നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ച് നൽകിയിരിക്കുന്നത്. ആ വിനയം എന്തിന്? ഈ പറഞ്ഞ ക്ലേശങ്ങൾ എന്തിന്? അപ്പൊ അവിടെ ദുഃഖം എന്ന് പറയുന്നത് ഒരു പ്രത്യേക അവസ്ഥയാണ്. അത് ശാശ്വതമല്ല, സ്ഥിരമല്ല. അത് കാര്യമാണ്, ഉണ്ടായി വരുന്നതാണ്, കാരണമല്ല. ദുഃഖം കാരണമാണ് എങ്കിൽ, കോസൽ സ്റ്റേറ്റിലാണ് എങ്കിൽ, കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ് ആണല്ലോ സാധാരണ എല്ലാത്തരം വിജ്ഞാന വ്യവസ്ഥയുടെയും സയൻസ് ഉൾപ്പെടെയുള്ളതിന്റെയും ഒക്കെ പഠന മേഖല. അപ്പൊ കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ യുക്തി, ഒരു വസ്തു, ഒരു കാരണം, ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണം. അപ്പൊ കാരണത്തെ അറിഞ്ഞാൽ കാര്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും വ്യക്തമാവും. കാരണത്തെ അറിയാതെ കാര്യത്തെ അറിയാനാവില്ല. മഴ പെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നത്, മഴയുടെ ശക്തിയെപ്പറ്റി ഊഹിക്കുവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമായ ഒരു ധാരണ നൽകി സ്ഥിരീകരിക്കുവാൻ കഴിയുന്നത്, ഒരു പ്രത്യേക ഋതുവില് മഴ കുറയുമോ കൂടുമോ എന്നൊക്കെ പ്രവചിക്കുവാൻ കഴിയുന്നത് മേഘത്തെ പഠിച്ചുകൊണ്ടാണ്. കാരണം മേഘമുണ്ടെങ്കിലേ സത്സു മേഘേഷു വൃഷ്ടിർ ഭവതി. മഴയുണ്ടാകണമോ മേഘമുണ്ടാകണം. അപ്പോൾ ആവരകങ്ങളില്ല, തടസ്സമില്ലാതെ മേഘങ്ങളുടെ പ്രവർത്തനം ഉണ്ടെങ്കിൽ മഴയുണ്ടാവും. ഇതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പം മഴ എന്ന വ്യവസ്ഥ മേഘങ്ങളോട് ചേർന്ന് സ്ഥായിയാണ്, ഇതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ കാരണ വ്യവസ്ഥയിൽ മേഘമുണ്ടാവും, അത് നമുക്ക് ദൃശ്യമല്ല. കാരണങ്ങൾ പലപ്പോഴും ദൃശ്യമാകണമെന്നില്ല, അദൃശ്യമാകും കാരണങ്ങൾ. അത് പ്രകൃതിയുടെ ഒരു സഹജമായ വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ ഈശ്വരന്റെ വ്യവസ്ഥ എങ്ങനെയാണ്. കാരണത്തെ നമ്മൾ അന്വേഷിച്ചു പോകേണ്ടി വരും. ദൃഷ്ടമായത് അനുഭവത്തിലുള്ളത് കാര്യമാണ് മഴ. അത് നമുക്ക് എല്ലാവർക്കും വേണം. എല്ലായിടത്തേക്കും മഴ പെയ്യുന്നുണ്ട്. പക്ഷെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ മഴവെള്ളം തങ്ങി നിൽക്കുകയുള്ളൂ. മഴവെള്ളത്തെ കൊണ്ടുള്ള ഉപയോഗവും എല്ലായിടത്തും നടക്കില്ല. മഴ എല്ലായിടത്തും പെയ്താൽ പോലും. അപ്പം മേഘവിജ്ഞാനം ആവശ്യമാണ്. കാരണം ഉണ്ടെങ്കിലേ കാര്യമുണ്ടാകൂ. കാരണത്തെ അറിയാതെ കാര്യത്തെയും അറിയാൻ കഴിയില്ല. അപ്പം ഇടയ്ക്ക് കാറ്റോ മറ്റോ ദിശ മാറി സഞ്ചരിക്കുന്ന പക്ഷം ആവരകം എന്ന് പറയും. തടസ്സമുണ്ടായിട്ട് മേഘമുണ്ടെങ്കിലും മഴ പെയ്യാതാവും. അത് ദുഃഖമായി. അപ്പൊ സഹജമായ ഒരു വ്യവസ്ഥ നമുക്കുണ്ട്, അത് സുഖാവസ്ഥയാണ്. ആത്മാവ് നിത്യമായതുകൊണ്ട്, അത് പ്രബുദ്ധമായതുകൊണ്ട് സുഖത്തെ പ്രത്യേകമായിട്ട് അന്വേഷിക്കേണ്ടി വരിക എന്നതൊരു കുഴപ്പമാണ്. അദ്വൈതത്തിന്റെ പക്ഷത്ത് നോക്കുമ്പോൾ ബ്രഹ്മം ആനന്ദ സ്വരൂപമാണ്, സുഖസ്വരൂപമാണ്, ആ ബ്രഹ്മം തന്നെയാണ് നീ എന്ന ചിന്ത എന്നെങ്കിലും നമുക്ക് സാധ്യമാണെങ്കിൽ, ആര്യസമാജ പദ്ധതിയിൽ ആ വിഷയത്തിൽ സംശയങ്ങളുണ്ട്. അപ്പം ബ്രഹ്മവും ആത്മാവും എന്നെങ്കിലും ഐക്യപ്പെടുന്ന പക്ഷം ആനന്ദ സ്വരൂപമാണ്. അപ്പൊ ആനന്ദം ആത്മാവിനെ സംബന്ധിച്ച് ഒരു ബ്രഹ്മം എല്ലായിടത്തും ഉണ്ടല്ലോ, ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ സർവദാ സർവത്ര ലഭ്യമായ ഒരു വസ്തുവാണ് സുഖമെന്നിരിക്കെ നമുക്ക് ദുഃഖചിന്ത എന്തിന്? അപ്പൊ ദുഃഖം പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ മേഘത്തെ മാറ്റിക്കൊണ്ട് മഴ പെയ്യാതാക്കുന്ന ഒരവസ്ഥ, ഒരു ആവരകം വന്ന് ഭവിക്കുന്നുണ്ട്. ദുഃഖം അതിന്റെ സ്വരൂപം പറഞ്ഞാൽ മതിയാവും. അപ്പൊ ദുഃഖമുണ്ട്, അതുകൊണ്ടാണല്ലോ സുഖത്തെ പറ്റിയുള്ള തേടല്. ഈ ബ്രഹ്മചിന്ത ഉൾപ്പെടെയുള്ള, നമ്മൾ ബ്രഹ്മമാണ് ഇരിക്കുന്നത് എന്ന് കരുതുന്നവരെ സംബന്ധിച്ചാണെങ്കിലും അവർക്കും ഈ ഒരു തേടൽ ആവശ്യമായിട്ട് വരും. അപ്പൊ എന്നും നമ്മൾ സുഖസ്വരൂപമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, സുഖം നമ്മളുടെ ആത്യന്തികമായ അന്തർസ്വരൂപമാണെങ്കിൽ പുറത്തേക്ക് തേടേണ്ടതില്ലല്ലോ. ഇനി പുറത്താണെങ്കിൽ അത് പുറത്തെവിടെ ഇരിക്കുന്നു എന്നത് നിജപ്പെടേണ്ടതുണ്ട്. എന്തായാലും സുഖം വേണം. സുഖത്തിന് വേണ്ടിയുള്ള യാത്രയിലാണ് നാം ഏവരും. വ്യക്തിപരമായിട്ട് എന്തൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും അതിന് നമ്മൾ സുഖം എന്ന് പറയാം. അപ്പൊ സുഖത്തിന്റെ ഒരു ശാസ്ത്രം സാധ്യമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല ബഹുവിധ ജ്ഞാനവ്യവസ്ഥകളും ശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു ശാസ്ത്രത്തിന് സാധ്യതയുണ്ട്. അത് വേറൊന്നുമല്ല, സുഖത്തിന്റെ ശാസ്ത്രമാണ്. സ്ഥായിയായ സുഖം കിട്ടുമോ? അതുതന്നെയാണ് കൂടുതൽ ഉപരിചിന്തയിൽ മോക്ഷം എന്ന് പറയുന്ന ദുഃഖം ഇല്ലാതിരിക്കുന്ന അവസ്ഥ. മോക്ഷശാസ്ത്രം അതാണ്. മോക്ഷം എന്താണ്? ദുഃഖത്തിൽ നിന്നുള്ള വിമോചനം തന്നെയാണ്.
മുക്തമാകുക ദുഃഖത്തിൽ നിന്ന്, സുഖപ്രാപ്തി. അപ്പൊ സുഖം ആത്യന്തികമായിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള ചർച്ച ഉൾപ്പെടെയുള്ളതെല്ലാം നമ്മളുടെ ഉപനിഷത്ത് തുടങ്ങിയുള്ള മഹാഗ്രന്ഥങ്ങളുടെ വിഷയമാണ്. നമുക്ക് ദുഃഖം എന്ന് പറയുന്നതിനെ അംഗീകരിക്കണം. ദുഃഖമുണ്ട്, നമുക്ക് സുഖഭംഗമുണ്ട്. അങ്ങനെയുണ്ട് എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കാരണമല്ല ദുഃഖമെങ്കിൽ, അത് കാര്യമാണ് എങ്കിൽ, ഇഫക്റ്റ് ആണ് എങ്കിൽ, ഉണ്ടായി വന്നതാണ് എങ്കിൽ, അത് എങ്ങനെ ഉണ്ടായി വന്നു, അതിന്റെ കാരണത്തെ കണ്ടുപിടിക്കണമല്ലോ. കാരണം ദുഃഖം തുടരരുത്, അത് നമുക്ക് വേണ്ട. ആരും ദുഃഖം ആഗ്രഹിക്കുന്നില്ല. ദുഃഖത്തിന്റെ നിരോധം, ദുഃഖത്തെ ഒഴിവാക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിന് വല്ല വഴിയുണ്ടോ, പൊതുവായ ഉപായമുണ്ടോ? നമ്മുടെ ചിന്ത, ശാസ്ത്രത്തിന്റെ ചിന്ത അങ്ങനെയാണ്. അഥവാ അങ്ങനെ ചിന്തിക്കുന്നതിനെ മാത്രമേ ഭാരതീയ ശാസ്ത്രം എന്ന് പറയൂ. ദുഃഖത്തിന്റെ കാരണം കണ്ടുപിടിക്കണം. ദുഃഖത്തിന് ഹേതുവുണ്ട്, അത് കണ്ടുപിടിച്ചാലോ അത് നീക്കിയാലോ ആവരണം മാറിക്കഴിയുമ്പോൾ മഴ പെയ്യും. മേഘം അവിടെ ഉണ്ട്, മേഘത്തിന് മഴ പെയ്യിക്കാനുള്ള ശക്തിയുമുണ്ട്. പക്ഷെ തടസ്സം വന്നു, അത് നീങ്ങിയാൽ വീണ്ടും മഴ പെയ്യും എന്നതുപോലെ സുഖത്തിന്റെ വർഷം ഉണ്ടാവും. അതിനുള്ള ഉപായങ്ങൾ എന്ത്, അതും ചിന്തിക്കണം. അപ്പം ദുഃഖം, ദുഃഖത്തിന്റെ കാരണം, സുഖം, സുഖത്തിന്റെ ഉപായങ്ങൾ, ഈ നാലും ചേർന്നാൽ ചതുർവ്യൂഹമായി. ആയുർവേദത്തിൽ അതുണ്ട്. രോഗമാണ് ദുഃഖം, രോഗത്തിന് നിദാനമുണ്ട്, കാരണമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പ്രജ്ഞാപരാധോ രോഗഹേതു. ഇനിയോ അത് മാറിയാലോ, അതില്ലെങ്കിലോ ആരോഗ്യം എന്ന് പറയുന്ന ഒരു സുഖാവസ്ഥയുണ്ട്. ആ ആരോഗ്യം പൂർണ്ണമായ ആരോഗ്യം, അതിന്റെ പരമാവധി റിസ്റ്റോറേഷൻ, നഷ്ടപ്പെട്ടാലും അതിനെ തിരികെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനോ ഉപായങ്ങളുണ്ട്, അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ ഉപായങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ദുഃഖമത്തെ തിരിച്ചറിയുന്നു. മനുഷ്യരെ രോഗം തുടങ്ങിയുള്ള ദുഃഖങ്ങൾ ബാധിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തുന്നു, അതിന്റെ കാരണങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ അവിടെയാണ് ദോഷങ്ങളുടെ, ത്രിദോഷങ്ങളുടെ, ത്രിധാതുക്കളുടെ, സപ്തധാതുക്കളുടെ ഒക്കെ വിചാരം ചെയ്യുന്നു. അതിനുശേഷമോ ശരിയായ ആരോഗ്യത്തിന്റെ സ്ഥിതി. ഭൈഷജ്യം എന്ന് പറഞ്ഞൊരു വ്യവസ്ഥയുണ്ട് സുഖോപായത്തിന്. ആരോഗ്യം നിലനിർത്തണോ, ഒരിക്കൽ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഭൈഷജ്യം വേണം. ഭൈഷജ്യം ഭിഷകൃത്തി, വൈദ്യനും വൈദ്യന്റെ ഉപദേശവും അതനുസരിച്ചുള്ള ആചരണവും. അപ്പൊ പഥ്യം, പഥത്തിന് യോഗ്യമായ ഒരു ജീവിത ശൈലി എന്ന് പറയുന്ന സംഗതി, പഥ്യ ആചരണം. പഥ്യം എന്ത്, അപഥ്യം എന്ത് എന്ന് വിചാരം. അപ്പൊ ചുരുക്കത്തിൽ അങ്ങനെ പറയുമ്പോൾ ശരീരത്തിന്റെ ശാസ്ത്രമായി, അതുപോലെ വ്യാകരണം വാക്കിന്റെ ശാസ്ത്രമായി, അതുപോലെ യോഗം മനസ്സിന്റെ ശാസ്ത്രമായി. ഇത് മൂന്നും ഭദ്രമാണ് എങ്കിൽ അറിവിനൊത്ത് കർമ്മം ചെയ്ത് ലക്ഷ്യം നേടുവാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഇതര വിജ്ഞാന പദ്ധതികളിൽ നിന്നും ഭിന്നമായി നമുക്കൊരു വഴിയുണ്ട്, കൃത്യമായൊരു വഴിയുണ്ട്. ആ വഴിയിൽ മനുഷ്യനെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇതേപോലെ തന്നെ ചിന്തകൾ പുറത്തുകൊണ്ട് സയൻസിനൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ എന്ത് ചിന്തിക്കും? ഇപ്പം മനുഷ്യ ശരീരത്തിന് രോഗം എന്തുകൊണ്ട് പ്രത്യേകമായി, വിശേഷമായി എന്ന് ചിന്തിക്കുന്നതിന് പകരം അവിടെ ചിന്തിക്കുന്നു ഈ അണ്ഡാകൃതിയില്, ഉദാഹരണം പറയുകയാണ്, അണ്ഡാകൃതിയില് എലിപ്റ്റിക്കൽ എന്ന് പറയുന്ന ആ തരത്തിലുള്ള ഭ്രമണപഥങ്ങളില് നക്ഷത്രങ്ങള് അല്ലെങ്കിൽ ഗ്രഹങ്ങള്, പ്ലാനറ്റ്സ് എന്തുകൊണ്ട് സഞ്ചരിക്കും? ഇതിനാണ് അവർ പ്രാധാന്യം നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പുറത്തേക്കാണ് അവരുടെ ചിന്ത പോകുന്നത്, ഔട്ട് വേർഡ്. അപ്പൊ തന്നെ മരുന്നുകൾ തുടങ്ങിയ ഇതേ ചിന്തയെ പിൻപറ്റി ശരീരത്തിലേക്ക് വരുമ്പോൾ പുറത്തുള്ള ആരോഗ്യത്തിന് പുറത്താണ് വസ്തുക്കളെ തേടുന്നത്. മരുന്ന് കഴിക്കാതെയുള്ള ഒരുപാട് മരുന്നുകൾ, എത്ര രോഗവും അതിന് എത്ര അവസ്ഥകളുണ്ടോ അത്രയും മരുന്നുകൾ പുറത്തു നിന്ന് അവയുടെ സേവയില്ലാതെ ആ ക്രിയഭൈഷജ്യം നിർവഹിക്കുവാന് ബയോമെഡിസിൻ എന്ന് പറയുമ്പോൾ പോലും അലോപ്പതിക്ക് അതിനുള്ള പാങ്ങില്ല. അപ്പൊ അതിന്റെ ദുരിതവും ഒക്കെ നമ്മളെ കണ്ടമാനം ബാധിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആയുർവേദം തുടങ്ങിയുള്ളവയുടെ പദ്ധതി മനസ്സിലാക്കിക്കൊണ്ടുള്ള അനുശീലനവും ആചരണവും എത്രയും വേഗം നമ്മുടെ തലമുറ ഏറ്റെടുക്കുകയും അടുത്ത തലമുറയ്ക്ക് നൽകുകയും വേണം. അപ്പൊ അങ്ങനെ ശാസ്ത്രവും സയൻസും അത് ഏതാണ്ട് രണ്ട് വഴിയിൽ തന്നെയാണ് പോകുന്നത്. നമുക്ക് ഒന്നിപ്പിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, പക്ഷെ അതിന് അവർ തയ്യാറാകണം. കാരണം കുറച്ചുകൂടി ദീർഘമായ പരമ്പര നമ്മുടേതായതുകൊണ്ട്, മുറിയാത്ത പരമ്പര നമ്മുടേതായതുകൊണ്ട് കുറച്ചുകൂടി വാലിഡിറ്റി, മൂല്യം, പാരമ്പര്യ മൂല്യം അതിനുണ്ട്. പക്ഷെ പാരമ്പര്യ മൂല്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, അത് ആധുനികമായ പദ്ധതിയിലെടുത്ത് കാണിക്കുവാനും അതിന്റെ വൈശിഷ്ട്യം കൃത്യമായിട്ട് പ്രദർശിപ്പിക്കുവാനും അത് പരമാവധി അനുശീലിച്ചുകൊണ്ട് ഉത്കർഷത്തിലേക്ക് പോകുവാനും നമുക്ക് കഴിയണം. അപ്പൊ ആത്മാവാണ് നമ്മൾ, നിത്യമാണ് നമ്മൾ എന്ന ബോധം നമുക്കുണ്ട് എങ്കിൽ, ഇതരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കുണ്ട് എങ്കിൽ അതനുസരിച്ച് നമ്മളുടെ ആചരണവും ദീപ്തമാകേണ്ടതുണ്ട്. അതിന് ശാസ്ത്രം നമ്മെ സഹായിക്കും. പക്ഷെ ശാസ്ത്രത്തെ നമ്മൾ സമീപിക്കണം. കാരണം മഴയുണ്ടായി അത് നമുക്ക് വാഗൊണ്ടെടുത്ത് കുടിച്ചു ദാഹം മാറ്റുവാനാവില്ല. ചാതക പക്ഷി അത് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴും, കവികൾ പറയുമ്പോഴും, മനുഷ്യർക്ക് നേരിട്ട് മഴയിൽ നിന്നും ദാഹം മാറ്റുവാനാവില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ജലം
അതിന് കൃത്യമായൊരു സ്രോതസ് ഉണ്ടാകണം. കുളം തുടങ്ങിയുള്ള ജല സ്രോതസ്സുകൾ, സരണികളൊക്കെ ഉണ്ടെങ്കിലും ജലം ഇരിക്കുന്നിടത്തേക്ക് നമ്മൾ പോവുകയോ അല്ലെങ്കിൽ ജലം നമ്മളുടെ അടുത്തേക്ക് വരികയോ ചെയ്യാതെ ദാഹം നീങ്ങുകയില്ല. എന്നാലും വീണ്ടും ഉപാസന ചെയ്യേണ്ടി വരും. അപ്പം ശരിയായ ജലവിജ്ഞാനം, അതുപോലെ തന്നെ ആ ജലത്തെ നമ്മളുടെ അടുത്തേക്ക് എത്തിക്കുവാനുള്ള, അല്ലെങ്കിൽ എന്താണോ ദുഃഖത്തിന്, ദാഹത്തെ നീക്കുവാന് ജലമാണ് ഉപായം. ആ ജലം നമ്മളുടെ അടുത്തില്ല, അല്ലെങ്കിൽ അത് പരിവർത്തനശീലമാണ്, നിരന്തരം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒഴുകി മറയുകയാണ്. മഴ പെയ്തു, അപ്പോൾ തന്നെ ജലം നമ്മെ വിട്ടുപോയി, അതൊക്കെ ഒഴുകി പരന്നു സമുദ്രത്തിലെത്തി. നമുക്ക് കുടിക്കുവാനോ അതിനുവേണ്ടി വിശേഷ പ്രയത്നം ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഇത് നമ്മളുടെ മനുഷ്യന്റെ പ്രത്യേക ബാധ്യതയാണ്. ഇത് ചില സങ്കേതങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഈശ്വരീയമായി. നേരത്തെ പറഞ്ഞ പോലെ അശന പിപാശ, രണ്ട് പ്രത്യേക അവസ്ഥകളോട് മനുഷ്യനെ ചേർത്തു. ആത്മാവിനും ശരീരത്തിനും ചിന്തിക്കുമ്പോൾ വിശപ്പും ദാഹവുമില്ല. ആത്മാവ് നിത്യമായതുകൊണ്ട് അതിന് വിശപ്പും ദാഹവും സാധ്യമല്ല. ശരീരം ജഡമായതുകൊണ്ട് അതിന് വിശപ്പും ദാഹവും സാധ്യമല്ല. പക്ഷെ മനുഷ്യ ശരീരത്തിൽ നാം വിശപ്പും ദാഹവും നിത്യവും അറിയുന്നു. നിരന്തരം അത് മാറ്റാനുള്ള പ്രയത്നത്തിലാണ് നാം, പക്ഷെ നീങ്ങുന്നില്ല. അപ്പൊ ഇത് വളരെ ശക്തമായ ചില സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. ഇതിനെ ശ്രദ്ധിക്കാത്ത സയൻസിനെ ആ വിഷയത്തിൽ നമുക്ക് ആശ്രയിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ സയൻസിനെ തിരുത്തിക്കൊണ്ട് സയൻസിന് കൂടി ദിശാനിർദ്ദേശം നൽകുന്ന രീതിയിൽ നമ്മളുടെ പരമ്പരയെ വീണ്ടെടുക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. ഈ ഒരു ശുഭാവസരത്തില് ഈ ചിന്തകൾ നമുക്ക് പങ്കുവെക്കാം. കൂടുതൽ ഉന്മേഷത്തോടുകൂടി പിന്നെ നമുക്ക് ശാസ്ത്ര ചർച്ച ചെയ്യണം. ഒരു സാരസ്വത മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ചിന്തയെ സമാപിപ്പിക്കാം. വിജയദശമിക്ക് അനുകൂലമായ സാരസ്വത മന്ത്രം. പാവകാന സരസ്വതി വാചേഭിർവാജിനീവതി യജ്ഞം വഷ്ടുധിയാ വസു. ഓം. നമസ്തേ. അങ്ങേക്ക് നന്ദി. ഇന്നത്തെ ക്ലാസ് നമുക്ക് സമയം കുറവായതുകൊണ്ടും പിന്നെ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതുകൊണ്ടും ഈ ക്ലാസ് നമുക്ക് അടുത്ത ദിവസം ബുധനാഴ്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ബുധനാഴ്ചയിലേക്ക് നമുക്ക് വീണ്ടും കാണാം. അതുവരെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ആചാര്യന് പ്രത്യേകമായും നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ. നീ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? തുടങ്ങിയുള്ളൂ, അത് കാരണം. അതെ, മനസ്സിലാവാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ വഴിയിലാണ് അവതരിപ്പിച്ചത്. വിഷയത്തെ ലഘുവാക്കുക എന്നതല്ല, മറിച്ച് ആ വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ ബാധ്യത. അത് ലഘുവാക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ലഘുവാകും, അല്ലാതെ ലഘുവായിട്ട് അവതരിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് കാരണം നമ്മൾ ഇതെല്ലാം കേട്ട് പരിചയിച്ചല്ലോ, ഉപയോഗിച്ചു വരുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കൃത്യമായിട്ട് ശാസ്ത്രത്തിന്റെ വഴിയിലേക്ക് എത്തുക എന്നുള്ളത് എത്രയും വേഗം എത്തുക. അപ്പൊ അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു ചിന്ത മുന്നോട്ട് വെച്ചത്. അത് ഏറ്റെടുക്കണം. ഒപ്പം സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം, എന്തെങ്കിലും മനസ്സിലാവാതെ പോയിട്ടുണ്ടെങ്കിൽ. നോട്ടെടുക്കുകയും വിധിവത്തായിട്ടുള്ള ഒരു സിലബസിലൂടെ പോവുകയും ഒക്കെ ചെയ്താൽ നല്ലതായിരിക്കും തോന്നുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. നമസ്തേ സാർ, എന്റെ പേര് രമ്യ എന്നാണ്. ഞാൻ ബോംബെയിൽ നിന്നാണ് ചെയ്യുന്നത്. വളരെ സന്തോഷം. ഞാൻ വളരെ നാളായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ്സിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അപ്പോഴാണ് ഈ ഗ്രൂപ്പിലെ ഇങ്ങനെ ഒരു ഇതിനെപ്പറ്റി അറിഞ്ഞത്. പക്ഷെ ഞാൻ അതിന്റെ ബാക്കി വേദം ക്ലാസ്സിലൊന്നും പങ്കെടുക്കുന്നില്ല. പക്ഷെ എന്തോ എനിക്ക് കിട്ടിയതുപോലെയുള്ള ഒരു ഇതായിരുന്നു ഇന്ന് രാവിലെ ഞാൻ ആ മെസ്സേജ് കണ്ടത്, ഈ ഗ്രൂപ്പിന്റെ ലിങ്ക് തന്നുകൊണ്ടുള്ളത്. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു ക്ലാസ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നതിലും അതുപോലെ സാറിനെ പോലെ ഇത്രയും ഗഹനമായി പഠിച്ച ഒരാള് ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കുന്നു. വളരെ വളരെ സന്തോഷം. കാരണം ഇത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കറിയാവുന്ന അറിവുകൾ കൊണ്ട് ഞാൻ ഇവിടെ പിള്ളേർക്ക് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്, ആധ്യാത്മിക ക്ലാസ്സുകള്. കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അതിനെ എങ്ങനെ ഞാൻ ശാസ്ത്രീയമായിട്ട് അതിനെ അവതരിപ്പിക്കാം? കാരണം എന്തെങ്കിലും കഥ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. കഥ വെച്ച് നമുക്ക് തുടങ്ങാം, പക്ഷെ അതിന്റെ ആക്ച്വലി വാട്ട് ഈസ് ദ ഇംപ്ലിക്കേഷൻ, എന്താണ് അതിന്റെ സയൻസ്, എന്തുകൊണ്ട് നമ്മളിത് ആചരിക്കണം, അല്ലെ എന്താണ് അത് പറയുമ്പോഴാണ് കുട്ടികൾക്ക് അത് കേൾക്കാനും അതിനെപ്പറ്റി അറിയാനും ഉള്ള ആഗ്രഹം കൂടുതൽ.
അപ്പം ഞാൻ വളരെ വളരെ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ക്ലാസ്. ഇൻട്രൊഡക്ഷൻ വളരെ നന്നായിരുന്നു. സർ പറഞ്ഞ ആ പ്രജ്ഞാനപരാധം അതൊന്നുകൂടെ ഒന്ന് പറയൂ. പ്രജ്ഞാപരാധ, പ്രജ്ഞ അറിയാമല്ലോ, പ്രജ്ഞ മനുഷ്യന്റെ ബുദ്ധി. അത് മറ്റു ജീവജാലങ്ങൾക്കില്ല ഈ പ്രജ്ഞ എന്ന് പറയുന്നത്. അറിവിനുള്ള ഉപായങ്ങളൊക്കെ അവർക്കുണ്ട്, പക്ഷെ പ്രജ്ഞ മനുഷ്യനേ ഉള്ളൂ. അതിലുണ്ടാവുന്ന അപരാധമാണ് രോഗത്തിന് നിമിത്തമാകുന്നത്. പ്രജ്ഞ അപരാധം അറിയാമല്ലോ, അപരാധം തെറ്റ്. പ്രജ്ഞ കൊണ്ടുണ്ടാവുന്ന അല്ലെ പ്രജ്ഞയിലുണ്ടാകുന്ന അപരാധമാണ് രോഗത്തിന് നിമിത്തം. പ്രജ്ഞാപരാധോ രോഗഹേതു. രണ്ടിടത്തും വിസർഗമുണ്ട്. അതില് രോഗ എന്നതുകൊണ്ട് രേഭം വന്നതുകൊണ്ട് പ്രജ്ഞാപരാധ എന്നിടത്തെ വിസർഗം ഓഭാവം വന്നിട്ട് പ്രജ്ഞാപരാധോ എന്നാവും. പ്രജ്ഞാപരാധോ രോഗഹേതു, ഒടുവിലും വിസർഗം. വളരെ നന്ദി, നമസ്കാരം. അത് തന്നെ നമ്മള് ഈ കഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ഉള്ള കുഴപ്പം ഐതിഹ്യത്തിലേക്ക് എത്തി നമ്മൾ ആചാരം ഉൾപ്പെടെ എല്ലാത്തിനെയും കഥയുടെ പരിസരത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അത് ഏതെങ്കിലും ഒരു പ്രായത്തിൽ കൊള്ളാം, തുടക്കത്തിലും കൊള്ളാം, പിന്നെ വാർദ്ധക്യത്തിലും കൊള്ളാം. പക്ഷെ ഈ ചെറുപ്പക്കാര് രാഷ്ട്രത്തെ നിർമ്മിക്കുന്ന അവസ്ഥയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അത് ദീപമാവില്ല, വെളിച്ചമാവില്ല. നമ്മളുടെ അറിവ് അവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്രയും നമുക്ക് വ്യവസ്ഥകൾക്ക് ഇത്രയും ദോഷം ഉണ്ടാകുന്നത്. അതും ഇത്രയും അറിവുള്ളൊരു രാജ്യത്തെ അറിവ് ഇത്രയും സൂക്ഷിച്ച് കെടുത്താതെ നമ്മൾ എന്താ പറയുന്നത്, ഒരിക്കലും കരിന്തിരി കത്താതെ ജ്ഞാനത്തിന്റെ വിളക്ക് സൂക്ഷിച്ച ഒരു ദേശത്ത്. അപ്പം ആ ദുര്യോഗം നമ്മൾ എത്രയും വേഗം മറികടന്നേ പറ്റുള്ളൂ. അപ്പൊ ഓരോരുത്തരും ചിന്തിച്ചാലേ മാറുള്ളൂ. സാമഗ്രികൾ ഇഷ്ടം പോലുണ്ട്. അത് നമുക്ക് എടുത്ത് ധൈര്യമായിട്ട് പ്രയോഗിക്കാനുള്ളൊരു തീരുമാനം എടുത്താൽ മതി. വേറെ സങ്കല്പം എടുത്താൽ നടക്കാവുന്നുമില്ല. ഞാനൊക്കെ 28 വയസ്സിനോട് അടുപ്പിച്ചാണ് അങ്ങനെ തീരുമാനം എടുത്ത് അതിലേക്ക് വന്നത്. അപ്പൊ കുറച്ചുകൂടെ നേരത്തെ നമ്മുടെ കുട്ടികളെ അതിലേക്ക് അവരെ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പാണ്. കാരണം യുക്തിവാദം ഉൾപ്പെടെ എല്ലാം നമുക്ക് അവിടെ നീങ്ങിക്കിട്ടും. ഇല്ലെങ്കിൽ യുക്തിവാദം, നിരീശ്വരവാദം, സംശയം ഇതെല്ലാം കൂടും. അത് ഒഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സുഖജീവിതം സാധ്യമാവൂ. അതായത് പരമ്പര ആഗ്രഹിച്ചതുപോലെ യജ്ഞങ്ങൾ ചെയ്യുന്നവരല്ലേ ഭൂരിപക്ഷം പേരും. യജ്ഞവീതമൊക്കെ കഴിഞ്ഞവരായിരിക്കുമല്ലോ പ്രമുഖർജി, ഊണൂൽ ധരിച്ചവരാണ് കുറച്ചു പേര്. ഇപ്പൊ നമ്മുടെ വൈദിജിയുടെ ശിഷ്യ പരമ്പരയിൽ വരുന്ന ആ ഗുരുകുലത്തിലേക്ക് അംഗങ്ങളെ കുറെ അധികം പേരും യജ്ഞവേദം കഴിഞ്ഞ് യജ്ഞവും ക്ലാസ്സുകൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അല്ലാത്ത ബാക്കി ഇപ്പൊ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ വരുന്ന എല്ലാവരും ഒന്നും അങ്ങനെയല്ല. സാമാന്യമായി വേദങ്ങളെ കുറിച്ചുള്ള ജ്ഞാനമുണ്ട്. പിന്നെ നമ്മുടെ സൂക്തങ്ങളാണ് നമ്മൾ കൂടുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പൊ രമ്യാജിയെ പോലെയുള്ള പുതിയ ആളുകളും നമ്മുടെ ഗ്രൂപ്പത്തിലുണ്ട്. ശരി. അല്ല, അങ്ങനെയുള്ളവർ വർദ്ധിക്കട്ടെ. നമുക്ക് ഈ വിമർശനവും അതിനകത്തുണ്ടാവണം. ഞാൻ ആഗ്രഹിക്കുന്നത് കേവലം ഒരു പഠനം മാത്രമല്ല, പഠിക്കുന്നതോടൊപ്പം ചിന്തിച്ചും സംസാരിച്ചും തർക്കിച്ചും ഒക്കെ തന്നെ പോകണം. അപ്പൊ നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് വീക്ക് വെൻസ്ഡേ. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.